എല്ലാവർക്കും മുറിക്കപ്പെടുന്ന വചനത്തിന്റെ മറ്റൊരു അധ്യായത്തിലേക്ക് സ്വാഗതം. മുറിക്കപ്പെടുന്ന വചനമാണ് മുറിവുള്ള ജീവിതങ്ങളുടെ ഔഷധം. ദൈവതിരുനാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. കർത്താവിൽ അനുഗ്രഹിക്കപ്പെട്ട സഹോദരി സഹോദരങ്ങളെ, പരിശുദ്ധ പെന്തിക്കോസ്തി പെരുന്നാളിന് ശേഷം 7-ാം ഞായറാഴ്ച വിശുദ്ധ മർക്കോസ് എഴുതിയ നമ്മുടെ കർത്താവ് യേശു മിശിഹായുടെ രക്ഷാസുവിശേഷം 3-ാം അധ്യായം 20 മുതൽ 30 വരെയുള്ള വാക്യങ്ങൾ. യേശുക്രിസ്തുവിന്റെ പരസ്യ ശുശ്രൂഷയുടെ ആരംഭത്തിൽ അവന്റെ ശുശ്രൂഷയോടുള്ള സമൂഹത്തിന്റെ പ്രതികരണമാണ് ഈ വേദഭാഗത്തിന്റെ പ്രധാന വിഷയം. വിശുദ്ധ മത്തായിയുടെ സുവിശേഷം 12-ാം അധ്യായം 22 മുതൽ 37 വരെയുള്ള ഭാഗത്തും ഈ സംഭവം വിവരിക്കുന്നുണ്ട്. വിശുദ്ധ മർക്കോസ് 3 വിഭാഗം ആളുകളുടെ ക്രിസ്തുവിനോടുള്ള പ്രതികരണമാണ് അവതരിപ്പിക്കുന്നത്. 1 പുരുഷാരം, 2 അവന്റെ ചാർച്ചക്കാർ, 3 യെരുശലേമിൽ നിന്ന് വന്ന ശാസ്ത്രിമാർ. പുരുഷാരം അവന്റെ വചനം കേൾക്കുവാനും രോഗസൗഖ്യത്തിനുമായി വന്നവരായിരുന്നു. വലിയ ജനസമൂഹം അവിടെ തിങ്ങിക്കൂടി. അവന്റെ ചാർച്ചക്കാർ അവനെ പിടിപ്പാൻ വന്നു എന്നാണ് സുവിശേഷകൻ രേഖപ്പെടുത്തിയിരിക്കുന്നത്. 30 വയസ്സുവരെ അവരുടെ മാത്രം സ്വന്തമായിരുന്നവൻ ജനത്തിന്റെ മുഴുവനുമാകുന്നു. യേശുവിന് ഭക്ഷണം കഴിക്കുവാൻ പറ്റാത്തവണ്ണം ജനം തിങ്ങിയെന്ന വാർത്ത കേട്ടിട്ടാണ് ഇവർ വന്നത്. തീർച്ചയായും ഇവരുടെ വരവിന് സ്നേഹത്തിന്റെ ഒരു തലം കാണാം. 3-മതായി യെരുശലേമിൽ നിന്ന് വന്ന ശാസ്ത്രിമാരാണ്. യേശുവിന്റെ ഉപദേശങ്ങളെപ്പറ്റി അന്വേഷിപ്പാൻ വന്നവരായിരുന്നു അവർ. ജനം യേശുവിലൂടെ നടന്ന വീര്യപ്രവൃത്തികൾ കാരണം അവൻ ദാവീദ് പുത്രനോ എന്ന് പറയുന്നത് കേട്ടാണ് ശാസ്ത്രിമാർ വന്നത്. വിശുദ്ധ മത്തായി ശ്ലീഹ ഈ സംഭവത്തെ വിവരിക്കുമ്പോൾ പരീശന്മാരുടെ പ്രതികരണം മാത്രമേ വിവരിക്കുന്നുള്ളൂ. എന്നാൽ വിശുദ്ധ മർക്കോസ് ചാർച്ചക്കാരുടെയും ശാസ്ത്രിമാരുടെയും പ്രതികരണം രേഖപ്പെടുത്തുന്നു. ചാർച്ചക്കാർ അവന് സുബോധം നഷ്ടപ്പെട്ടു, ബുദ്ധിഭ്രമം വന്നു എന്നാണ് പ്രതികരിച്ചത്. അവന്റെ അമ്മയ്ക്കല്ലാതെ ആർക്കും അവൻ ആരെന്ന് തിരിച്ചറിയുവാൻ കഴിഞ്ഞില്ല. അവരുടെ സ്വന്തമായിരുന്നവൻ പെട്ടെന്ന് ഗുരുവും വീര്യപ്രവൃത്തികൾ ചെയ്യുന്നവനുമായപ്പോൾ അത് പൂർണ്ണമായി ഉൾക്കൊള്ളുവാൻ അവർക്ക് കഴിഞ്ഞില്ല. യൗസേപ്പിന്റെയും മറിയയുടെയും മകൻ അങ്ങനെയൊക്കെ പ്രവർത്തിക്കുമ്പോൾ അവർക്ക് അത്തരത്തിൽ മാത്രമേ പ്രതികരിക്കുവാൻ പറ്റൂ. ക്രിസ്തു ആരെന്ന യഥാർത്ഥ തിരിച്ചറിവില്ലായ്മയായിരുന്നു അവരുടെ പ്രശ്നം. അവന് ബെത്സബൂൽ ഉണ്ട് എന്നാണ് ശാസ്ത്രിമാർ പ്രതികരിച്ചത്. ബെത്സബൂൽ എക്രോനിലെ സൗഖ്യദായകനായ ദേവന്റെ പേരാണ്. 2 രാജാക്കന്മാർ 1-ാം അധ്യായം 2-ാം വാക്യം. പുതിയ നിയമത്തിൽ 7 പ്രാവശ്യം ബെൽസബൂൽ എന്ന പദം ഉപയോഗിക്കുന്നു. വിശുദ്ധ മർക്കോസ് ഭൂതങ്ങളുടെ തലവൻ എന്നാണ് ബെൽസബൂലിനെ പറഞ്ഞിരിക്കുന്നത്. ക്രിസ്തുവിൽ പ്രവർത്തിക്കുന്ന പരിശുദ്ധാത്മാവിന്റെ ശക്തിയെ അവർ തെറ്റിദ്ധരിക്കുന്നു. അവനെ അശുദ്ധാത്മാവുള്ള മനുഷ്യനായി ചിത്രീകരിക്കുന്നു. ദുഷ്ടത നിറഞ്ഞ ഹൃദയത്തിൽ നിന്നാണ് ദൂഷണവാക്കുകൾ പുറപ്പെടുന്നത്. ഹൃദയം നിറഞ്ഞു കവിയുന്നതാണ് വായി സംസാരിക്കുന്നത്. ക്രിസ്തു പരീശന്മാരെ ഓർമ്മിപ്പിക്കുന്നു, സർപ്പസന്തതികളെ, നിങ്ങൾ ദുഷ്ടന്മാരായിരിക്കെ നല്ലത് സംസാരിക്കുവാൻ എങ്ങനെ കഴിയും? വിശുദ്ധ മത്തായിയുടെ സുവിശേഷം 12-ാം അധ്യായം 35-ാമത്തെ വാക്യം. ഫലം കൊണ്ടാണ് വൃക്ഷം അറിയുന്നത്. എന്തുകൊണ്ടാണ് ക്രിസ്തുവിനെ അവർക്ക് ഉൾക്കൊള്ളുവാൻ കഴിയാതെ പോയത്? ഈ സുവിശേഷം 1 മുതൽ 3-ാം അധ്യായം 19 വരെയുള്ള ഭാഗം പഠിക്കുമ്പോൾ 6 ഉത്തരങ്ങൾ കണ്ടെത്തുവാൻ കഴിയും. ക്രിസ്തു എന്ന പുതിയ ഗുരുവിന്റെ നവീന പഠിപ്പിക്കൽ, ക്രിസ്തുവിലൂടെ നടക്കുന്ന അത്ഭുത പ്രവൃത്തികൾ, നിലവിലുള്ള രീതികളോടുള്ള ക്രിസ്തുവിന്റെ വിമർശനം, ക്രിസ്തുവിന്റെ പാപമോചന അധികാരം,
ക്രിസ്തുവിന്റെ ശബത്തിനെ കുറിച്ചുള്ള വ്യാഖ്യാനം, ശിഷ്യന്മാരുടെ തെരഞ്ഞെടുപ്പ് എന്നിവ അവർക്ക് ഉൾക്കൊള്ളുവാൻ കഴിയുന്നത് അല്ലായിരുന്നു. ക്രിസ്തു തെരഞ്ഞെടുത്ത ശിഷ്യന്മാരിൽ പലരെയും അവർക്ക് ഉൾക്കൊള്ളുവാൻ കഴിഞ്ഞില്ല. യോഹന്നാൻ സ്നാപകന്റെ ശിഷ്യന്മാരെ യേശു ഉൾക്കൊണ്ടതും, മുക്കുവന്മാരെ തെരഞ്ഞെടുത്തതും, ചുങ്കക്കാരനായ മത്തായിയെ സ്വീകരിച്ചതും, എരുവുകാരനായ ശീമോനെ ശിഷ്യ സമൂഹത്തിലേക്ക് ഉൾപ്പെടുത്തിയതും യേശുവിനെ ഉൾക്കൊള്ളുവാൻ കഴിയാതെ പോയതിന്റെ കാരണങ്ങൾ തന്നെയാണ്. ശാസ്ത്രിമാരുടെ ഈ സമീപനത്തോട് ക്രിസ്തുവിന്റെ പ്രതികരണം ശ്രദ്ധേയമാണ്. അവൻ അവരെ അടുക്കൽ വിളിച്ചു, ഉപമകളാൽ അവരോട് സംസാരിച്ചു. തന്നെ എതിർക്കുന്നവരെ തള്ളിക്കളയുവാനോ കണ്ടില്ലെന്ന് നടിക്കുവാനോ അല്ല അവൻ ശ്രമിച്ചത്. ഇത് നമുക്ക് നല്ലൊരു മാതൃകയാണ് നൽകുന്നത്. ചേർത്ത് നിർത്തുന്ന മാതൃക. തന്നെ സ്വീകരിക്കാത്തവരെയും ചേർത്ത് നിർത്തുന്നു. രണ്ടാമതായി, ക്രിസ്തു അവരെ ഉപമകളാൽ പഠിപ്പിക്കുന്നു. സത്യ അറിവിലേക്ക് അവരെ ക്ഷണിക്കുന്നു. അവരോട് ക്രിസ്തു ഒരു ചോദ്യം ഉന്നയിക്കുന്നു. സാത്താനെ എങ്ങനെ പുറത്താക്കുവാൻ കഴിയും? വിശുദ്ധ മത്തായിയുടെ സുവിശേഷത്തിൽ ക്രിസ്തു 2 ചോദ്യങ്ങൾ ഉയർത്തുന്നതായിട്ടാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത്. സാത്താനെ പുറത്താക്കുന്നുവെങ്കിൽ അവൻ തന്നിൽ തന്നെ ചിത്രിച്ചു പോയല്ലോ, പിന്നെ അവന്റെ രാജ്യം എങ്ങനെ നിലനിൽക്കും? ഞാൻ ബെൽസബൂലിനെ കൊണ്ട് ഭൂതങ്ങളെ പുറത്താക്കുന്നുവെങ്കിൽ നിങ്ങളുടെ മക്കൾ ആരെ കൊണ്ട് പുറത്താക്കുന്നു? 12-ാം അധ്യായം 26-27 വാക്യങ്ങൾ. അവരുടെ കാപട്യത്തിന് നേരെയുള്ള ശക്തമായ താക്കീതാണ് ഇതുവഴി ക്രിസ്തു നൽകുന്നത്. താൻ ആരെന്ന സത്യത്തിലേക്കാണ് ക്രിസ്തു വിരൽ ചൂണ്ടുന്നത്. തന്റെ വരവിന്റെ ഉദ്ദേശം ക്രിസ്തു ഇവിടെ വെളിപ്പെടുത്തുകയാണ്. ബലവാനെ പിടിച്ചു കെട്ടുക എന്ന ക്രിസ്തുവിന്റെ പ്രയോഗം സാത്താന്റെ മേലുള്ള വിജയം നേടലിന്റെ സൂചന കൂടിയാണ്. തുടർന്ന് ക്രിസ്തു അവരോട് പറയുന്നു, പരിശുദ്ധാത്മാവിനെതിരായ ദൂഷണം പറയുന്നവനോ ഒരു നാളും ക്ഷമ കിട്ടുകയില്ല. ക്ഷമ ലഭിക്കാത്ത പാപമാണ് പരിശുദ്ധാത്മാവിന് നേരെയുള്ള ദൂഷണം. വിശുദ്ധ മത്തായി 12:32 വിശുദ്ധ മർക്കോസ് 3:29 വിശുദ്ധ ലൂക്കോസ് 12:10 പരിശുദ്ധാത്മാവിന് നേരെയുള്ള ദൂഷണത്തെ ക്ഷമ ലഭിക്കാത്ത പാപമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. മറ്റ് 2 സുവിശേഷങ്ങളിൽ വ്യത്യസ്തമായി വിശുദ്ധ മത്തായി ശ്ലീഹ ഈ ലോകത്തിലും വരുവാനുള്ള ലോകത്തിലും എന്ന് എടുത്തു പറയുന്നു. തൃത്വത്തിൽ രണ്ടാമൻ, മൂന്നാമനായ പരിശുദ്ധാത്മാവിനെ വെളിപ്പെടുത്തുന്നു. ഇവിടെ ശാസ്ത്രിമാർ അവനിൽ ഒരു അശുദ്ധാത്മാവുണ്ട് എന്ന് ക്രിസ്തുവിന് എതിരായി സംസാരിച്ചു. ഇതേ തുടർന്നാണ് ക്രിസ്തു പറഞ്ഞത്, പരിശുദ്ധാത്മാവിന് നേരെ ദൂഷണം പറയുന്നവനോ ഒരു നാളും ക്ഷമ കിട്ടുകയില്ല എന്ന്. താനും പിതാവും ഒന്നായിരിക്കുന്നത് പോലെ താനും പരിശുദ്ധാത്മാവും ഒന്നാകുന്നു എന്ന സത്യം ക്രിസ്തു വെളിപ്പെടുത്തുന്നു. പിതാവും പുത്രനും പരിശുദ്ധാത്മാവും ഒന്നായിരിക്കുന്നതിനാൽ തൃത്വത്തിൽ ഒരുവനെതിരായുള്ള ദൂഷണം ദൈവത്തിന് വിരോധമായുള്ള ദൂഷണമാണ്. ദൈവത്തിന് വിരോധമായുള്ള ദൂഷണം ക്ഷമ ലഭിക്കാത്ത പാപമാണ്. പരിശുദ്ധ തൃത്വത്തെ അംഗീകരിക്കാത്തത് ക്ഷമ കിട്ടാത്ത പാപം തന്നെ. ശാസ്ത്രിമാരുടെ ഹൃദയ കാഠിന്യത്തെയാണ് ക്രിസ്തു വിമർശിക്കുന്നത്. ക്രിസ്തു ചെയ്ത അത്ഭുതങ്ങൾ അല്ല, മറിച്ച് ദൈവരാജ്യത്തിന്റെ സ്ഥാപനത്തെയാണ് അവർ അംഗീകരിക്കുവാൻ കഴിയാതെ പോയത്. ക്രിസ്തുവിന്റെ പരസ്യ ശുശ്രൂഷ ആരംഭിച്ചത് ദൈവരാജ്യം സമീപിച്ചിരിക്കുന്നു എന്ന സന്ദേശത്തിലാണ്. അവരുടെ പൂർവികന്മാരിൽ നിന്ന് വ്യത്യസ്തനായി അവൻ ചെയ്ത അത്ഭുതങ്ങൾ ദൈവരാജ്യത്തിന്റെ ഭാഗമായിരുന്നു. തച്ചനായ യൗസേപ്പിന്റെയും മറിയയുടെയും മകനിൽ നിന്ന് അത് അവർക്ക് അംഗീകരിക്കുവാൻ കഴിയില്ല. ആ ഹൃദയ കാഠിന്യമാണ് ക്രിസ്തുവിനെ അംഗീകരിക്കുന്നതിൽ നിന്ന് അവരെ പിന്തിരിപ്പിക്കുന്നത്. ശാസ്ത്രിമാർ തിരുവെഴുത്തുകളെ പകർത്തി എഴുതുന്നവരാണ്. അവർ തിരുവെഴുത്തുകളെ സംബന്ധിച്ച് ജ്ഞാനമുള്ളവരാണ്. മോശ മുതലുള്ള പിതാക്കന്മാരിലൂടെ വെളിപ്പെടുത്തിയ ദൈവപുത്രനെ കുറിച്ചുള്ള സൂചനകളെ പറ്റി വ്യക്തമായ അറിവുള്ളവരാണ് അവർ. അജ്ഞതയല്ല, യേശുവിനെ മശിഹായായി അംഗീകരിക്കുവാനുള്ള ഹൃദയ കാഠിന്യമാണ് ഇവിടെ പ്രശ്നം. ഇവിടെ ക്രിസ്തു തനിക്ക് ശേഷം വരുന്ന മറ്റൊരു കാര്യസ്ഥനായ പരിശുദ്ധാത്മാവിലൂടെ സംഭവിക്കുവാൻ പോകുന്ന
വലിയ പ്രവൃത്തികളെക്കുറിച്ച് സൂചന നൽകുന്നു. നിലവിലെ ഹൃദയ കാഠിന്യത്തോടെ പരിശുദ്ധാത്മാവിന്റെ പ്രവൃത്തികളെ വിലയിരുത്തിയാൽ ക്ഷമ കണ്ടെത്തുവാനുള്ള സമയം കഴിഞ്ഞു പോകുമെന്ന വലിയ സത്യം ക്രിസ്തു ഇവിടെ വെളിപ്പെടുത്തുകയാണ്. മാനസാന്തരത്തിനുള്ള അവസരം നഷ്ടമാക്കിയാൽ അത് നിത്യശിക്ഷയിലേക്ക് നമ്മെ നയിക്കും. ഇപ്പോഴാകുന്നു സുപ്രസാദകാലം, ഇപ്പോഴാകുന്നു രക്ഷാദിവസം. ആയതിനാൽ സമയം തക്കതുപോലെ ഉപയോഗിപ്പീൻ എന്ന ഓർമ്മപ്പെടുത്തലായി ഇതിനെ കാണാം. മാനസാന്തരത്തിന് കാണിക്കുന്ന വൈമുഖ്യത്തെ പരിശുദ്ധാത്മാവിന് എതിരായ പാപമെന്ന് ഈ പശ്ചാത്തലത്തിൽ ചിന്തിക്കാം. കാരണം പരിശുദ്ധാത്മാവ് പാപത്തെക്കുറിച്ചും നീതിയെക്കുറിച്ചും ന്യായവിധിയെക്കുറിച്ചും ബോധം വരുത്തുന്നവനാണ്. ദൈവം എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ.